നിലമോളെ കാണാനെത്തുന്ന ഗംഗയോടും കാവേരിയോടും യമുന ചോദിക്കുകയാണ് വീട് തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ജയപാലൻ അങ്കിളെ സഹായിക്കില്ലെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ കാവേരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ കാവേരി പറയണം, അന്ന് അയാളും കൂടി പറഞ്ഞിട്ടല്ലേ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുത്തത്. ബാങ്കിൻ്റെ മുഴുവൻ തുക എത്രയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല. ഇപ്പോഴും പലരും പറഞ്ഞുകൊണ്ടിരിക്കുക ജയപാലൻ സഹായിക്കും, ജയപാലൻ സഹായിക്കും, ജയപാലൻ സഹായിക്കുമെന്ന്. ഒന്ന് മനസ്സിലാക്കിക്കോ, നമ്മൾ പടുകുഴിയിലാണ് വീണ് കിടക്കുന്നത്. ഇനി ചിലപ്പോൾ ഇതിലും താഴേക്ക് പോയെന്ന് വരാം. അപ്പോഴും നമ്മളെ ഉയരണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം. ഇനി ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോട്ടേന്ന് വയ്ക്കണം. അച്ഛൻ പോയില്ലേ, അതിലും വലിയ നഷ്ടമൊന്നുമില്ലല്ലോ, കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ആ വീട്. അപ്പോൾ ഗംഗ പറയാണ്, അങ്ങനെ പറയല്ലേ കാവേരി, ആ വീട് വെറും കല്ലും മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീട് മാത്രമല്ല, നമ്മുടെ അച്ഛൻ്റെ കഷ്ടപ്പാടാണ്, നമ്മുടെ അച്ഛൻ്റെ ഓർമ്മകൾ കൂടിയാണ് ആ വീട് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലെന്ന് പറയട്ടോ. അപ്പോൾ യമുന ചോദിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ചേച്ചി ആ വീട് തിരിച്ചെടുക്കുന്നത്? 30 ലക്ഷം രൂപ കൊടുക്കണ്ടേ? അപ്പോൾ ഗംഗ പറയാണ്, അത് സാധിക്കും. എൻ്റെ എൻഗേജ്മെൻറ്റിന് വാങ്ങിയ സ്വർണ്ണങ്ങൾ കയ്യിലിരിപ്പില്ലേ, അത് കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് ആ വീട് തിരികെ മേടിക്കണമെന്ന് പറയണം കേട്ടോ. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, ആ സ്വർണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇനിയൊരു ആലോചന വരുമ്പോൾ സ്വർണ്ണം വേണ്ടേന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഗംഗ തിരികെ ചോദിക്കുകയാണ്, സ്വർണ്ണം കയ്യിലുണ്ടായ കല്യാണം നടക്കൂടി, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമെന്ന് ചോദിക്കണം കേട്ടോ. എന്നിട്ട് ഗംഗ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ആഡംബര ജീവിതത്തിനോടോ ഒരു വിവാഹത്തിനോടോ യാതൊരു മോഹവും ഇല്ല. ഉള്ളിലുള്ളത് മൊത്തം ആ വീട് തിരികെ എടുക്കണമെന്നുള്ള ആ ഒരൊറ്റ ആഗ്രഹം മാത്രമാണ്. അതിനായിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കണമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കാവേരിയും യമുനയും ഒക്കെ അതിന് സമ്മതിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നരനെ കാണിക്കണം കേട്ടോ. നരനാണെങ്കിൽ ബാങ്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ മാനേജറാണെങ്കിൽ നരനോട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്, സാർ ഇപ്പോൾ എന്തിനാണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റോട് മുഴുവൻ പിൻവലിക്കുന്നത്? സാറിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിലെ ഈ ബാങ്കിൻ്റെ മുഴുവൻ പ്രോസസ്സ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നരൻ പറയാണ്, 10 മിനിറ്റിനകം എൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ തൻ്റെ സസ്പെൻഷൻ ലെറ്റർ ഞാനിവിടെ എത്തിക്കുമെന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മാനേജറാണെങ്കിൽ ഒന്ന് നടുങ്ങുന്നുണ്ട്. അപ്പോൾ മാനേജർ പറയണം, സാറ് ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടെ കേൾക്കണമെന്ന് പറയാം കേട്ടോ. ഇതിൻ്റെ മറുഭാഗത്ത് കാവേരിയും ഗംഗയും കൂടിയിട്ട് ബാങ്കിൽ വന്നിട്ട് അവിടെ സ്വർണ്ണം മുഴുവനും പണയം വെക്കുകയാണേ. അങ്ങനെ ഗംഗയാണെങ്കിൽ തൻ്റെ കയ്യിലുള്ള സ്വർണ്ണം മുഴുവനും കൊടുക്കുകയാണ്. അപ്പോൾ ആ ബാങ്കിലെ ഓഫീസർ വന്നിട്ട് അത് മുഴുവനും നോക്കിയിട്ട് പറയാണ്, ഇതെല്ലാം കൂടി കൂട്ടി നോക്കിക്കഴിയുമ്പോൾ 29,25,000 രൂപയെ വരുന്നുള്ളൂ, 30 ലക്ഷം തികയുന്നില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, സ്വർണ്ണത്തിനിപ്പോൾ 15,000 രൂപ വിൽക്കുന്ന സമയമല്ലേ സാർ, കുറച്ചുകൂടി ഒന്ന് കൂട്ടി തന്നൂടെ? അപ്പോൾ ആ ഓഫീസർ പറയാണ്, സ്വർണ്ണം പണയം വയ്ക്കുമ്പോഴോ വിൽക്കുമ്പോഴോ അതിൻ്റെ യഥാർത്ഥ വില കിട്ടത്തില്ല. അപ്പോൾ ഗംഗയാണെങ്കിൽ കാവേരിയെ മാറ്റി നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നമുക്ക് എങ്ങനെയല്ലേ ഇപ്പോൾ വീട് തിരിച്ചെടുത്തേ പറ്റൂ. അപ്പോൾ കാവേരി ചോദിക്കുന്നത്, എങ്ങനെ ചേച്ചി, നമ്മൾ കയ്യിലുള്ള സ്വർണ്ണം മുഴുവനും അവിടെ വച്ച് കഴിഞ്ഞില്ലേ? അപ്പോൾ ഗംഗ പറയണം, മുഴുവനും വച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗംഗയുടെ കയ്യിലുള്ള നെറ്റിച്ചുട്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയണം, അയ്യോ ചേച്ചി ഇത് വയ്ക്കണ്ട, അച്ഛൻ എന്തുമാത്രം ആഗ്രഹിച്ച് വാങ്ങിച്ച് തന്നതാ, ഇത് നമ്മുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഗംഗ പറയണം, നമുക്ക് നമ്മുടെ വീടിനേക്കാൾ വലുതല്ല ഇത് പോകുന്നെങ്കിൽ പൊക്കോട്ടെ, പക്ഷേ വീട് തിരിച്ചെടുത്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഗംഗയാണെങ്കിൽ ആ നെറ്റിച്ചട്ടി കൂടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓഫീസർ നോക്കിയിട്ട് പറയുകയാണ് 30 ലക്ഷം തികയുന്നുണ്ടെന്ന്. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, ഇന്ന് തന്നെ ഞങ്ങളുടെ വീട് തിരികെ കിട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ ഓഫീസറാണെങ്കിൽ മാനേജറോട് കൂടി ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് മാനേജറുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഈ സമയത്ത് മാനേജറാണെങ്കിലും നരൻ്റെ അടുത്ത് ഒരുപാട് കെഞ്ചുന്നുണ്ട് കേട്ടോ. സാറേ, ബാങ്കിലെ മാനേജർ എന്ന് പറയുന്നത് നിസ്സാര പണിയൊന്നുമില്ല, ബാങ്കിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പണി അവതാളത്തിലാവും. മാത്രമല്ല ഞങ്ങൾക്കും ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ സാറിനിപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് പിൻവലിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലല്ലോ. അപ്പോൾ നരൻ പറയുന്നുണ്ട്, ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ എന്നിട്ട് മറുപടി പറയാമെന്ന് പറയണം കേട്ടോ. അപ്പോഴത്തേക്കും ഓഫീസർ വന്നിട്ട് ഈ ലോണിൻ്റെ കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ മാനേജറാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ അവിടെ പറഞ്ഞാൽ മതി എന്ന് പറയണം കേട്ടോ. ഇതെല്ലാം നരനാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആ ഓഫീസർ പോയി കഴിയുമ്പോൾ നരൻ മാനേജറോട് ചോദിക്കുകയാണ്, എന്താ പ്രവീൺ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ മാനേജർ പറയണേ, ഒരു പ്രശ്നമില്ല സാർ, ഒരു ഹൗസിംഗ് ലോണിൻ്റെ കാര്യമാണ്, വലിയ ശല്യങ്ങളാണെന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ നരനാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കേട്ടോ. ആ സമയത്ത് കാവേരിയാണെങ്കിൽ വീട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആ ഓഫീസറോട് വഴക്കിടുകയാണ്. അങ്ങനെ നരനാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാനേജർ പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ മാനേജർ വന്നിട്ട് കാര്യം ചോദിക്കുമ്പോൾ നരൻ പറയാണ്, ഇതെന്താ ഈ കുട്ടികൾ ഇവിടെ വഴക്കുണ്ടാക്കുന്നത്? അപ്പോൾ മാനേജർ പറയണേ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ സാർ ഒരു ലോണിൻ്റെ കാര്യം, ആ ആൾക്കാർ വലിയ ശല്യക്കാരാണ്, ഞാനിത് ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മറ്റൊരു സുരേഷ് എന്ന് പറയുന്ന ഓഫീസറിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നരൻ പറയാണ്, ഈ കുട്ടികൾക്ക് ഇന്ന് തന്നെ ആ വീട് തിരിച്ചു കൊടുക്കണം, അത് മാത്രമല്ല ഇനി ആരും അവരുടെ വീട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കാനും പാടില്ലെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ മാനേജറാണെങ്കിൽ നരനെ എതിർക്കാൻ പറ്റാത്ത കാരണം അത് ഓക്കെ പറയാണ്. അവസാനം നരനാണെങ്കിൽ പോകാൻ സമയത്ത് മാനേജർ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, അല്ലേ സാറിന് ഒരു പരിചയം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് സാർ എന്തിനാ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നരൻ പറയുകയാണ്, എനിക്കും ഒരു അച്ഛനുണ്ടായി പോയതുണ്ടെന്ന് പറഞ്ഞിട്ട് നരനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്.
അങ്ങനെ നരം പോയി കഴിയുമ്പോൾ മാനേജറാണെങ്കിൽ ഓഫീസറോട് വന്നിട്ട് പറയണം, രാഹുൽ അവർക്ക് അവരുടെ വീട് തിരിച്ചു കൊടുത്തേക്ക്, അതിനുള്ള പേപ്പേഴ്സൊക്കെ എത്രയും പെട്ടെന്ന് റെഡിയാക്കിയേക്ക്. നമുക്ക് എല്ലാ സമയത്തും പ്രൊസീജിയേഴ്സ് മാത്രം ഫോളോ ചെയ്താൽ പോരല്ലോ, അല്ല ഏതെങ്കിലും സമയത്ത് മനസാക്ഷിയും വേണ്ടേ എന്നൊക്കെ ചോദിക്കാനായിട്ട്. ഇത് കേൾക്കുമ്പോൾ ഗംഗയും കാവേരിയാണെങ്കിൽ നല്ല അത്ഭുതത്തോടെ ഇങ്ങനെ മാനേജർ അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മാനേജറാണെങ്കിൽ അവരോട് പറയണം, നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ വീട് തിരിച്ചു കിട്ടും, നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് താമസിക്കാമെന്ന് പറയണം കേട്ടോ. എന്നിട്ട് മാനേജർ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ കാവേരി ആണെങ്കിൽ ഗംഗയോട് ചോദിക്കണേ, ഇതെന്താ ചേച്ചി പെട്ടെന്ന് മാനേജർക്ക് ഇങ്ങനെ ഒരു മാറ്റം? അപ്പോൾ ഗംഗ പറയണം, എന്ത് മാറ്റം ആയാലും അയാളോട് വന്നിട്ട് നന്ദി പറയണം, അയാളിപ്പോൾ നമുക്ക് ദൈവത്തെ പോലെയാണെന്ന് പറഞ്ഞിട്ട് മാനേജറോട് നന്ദി പറയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ സുരേഷ് എന്ന് പറയുന്ന ഓഫീസറാണെങ്കിൽ പറയണേ, നിങ്ങൾക്ക് നന്ദി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനേജറോടല്ല പറയേണ്ടത്, മാനേജറുടെ അടുത്തൊരു പയ്യനുണ്ടായിരുന്നില്ലേ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടാണ് മാനേജർ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി നിങ്ങൾക്ക് ആ വീട് തിരികെ തരുന്നതെന്ന് പറയണം കേട്ടോ. അപ്പോൾ കാവേരി ആണെങ്കിൽ ആ ചെറുപ്പക്കാരൻ എവിടെയും ചോദിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് മുമ്പ് പുറത്തേക്ക് പോയി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ കാവേരി ആണെങ്കിൽ പെട്ടെന്ന് ഓടി ചെന്നിട്ട് പുറത്തൊക്കെ നോക്കുമ്പോൾ അവിടെ നനഞ്ഞുണ്ടാവത്തില്ല കേട്ടോ. അങ്ങനെ ആ ഗംഗയും കാവേരിയും കൂടിയിട്ട് വീട് തിരിച്ചെടുത്തിട്ട് സുജാതയുടെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ അവർ അമ്മേനെയും പെങ്ങന്മാരെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് സുജാതയാണെങ്കിൽ അടുക്കളയിൽ പാചകത്തിലും യമുനയാണെങ്കിൽ തറയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ടാവും. അങ്ങനെ ഇവർ വിളിക്കുന്നത് കേട്ടിട്ട് അവർ പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ സുജാതയാണെങ്കിൽ മുറ്റത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവർ ചോദിക്കണം, എന്ത് വഴി എവിടെ പോയിട്ട് വരുവാന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കാവേരി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ സുജാതയുടെ കൈ തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. സുജാത ചോദിക്കുകയാണ്, എടി എൻ്റെ വീട്ടിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ തൊള്ള കീറി സംസാരിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല, അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ എവിടെ പോയതെന്ന് ചോദിച്ചിട്ട് നീ എന്താടി മറുപടി പറയാത്തത്, നിങ്ങളെ എൻ്റെ ഔദാര്യത്തിലാണ് കഴിയുന്നതെന്നുള്ളത് മറക്കണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ കാവേരി പറയാണ്, ഇനി എനിക്ക് സുജാത അമ്മായിയുടെ ഔദാര്യം ആവശ്യമില്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ സുജാതയാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇതേ സമയത്ത് ശാരദയും യമുനയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാവേരി പറയണം, അമ്മേ നമുക്ക് നമ്മുടെ വീട് തിരിച്ച് കിട്ടി, നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് മാറി താമസിക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശാരദയ്ക്കാണെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ ശാരദയാണെങ്കിൽ കാവേരിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, നേരാണോ മോളെ, നമുക്ക് നമ്മുടെ വീട് തിരിച്ച് കിട്ടിയോ? അപ്പോൾ ഗംഗ പറയുന്നത്, ശരി അമ്മേ, നമുക്ക് നമ്മുടെ വീട് തിരിച്ച് കിട്ടി, ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ ചെന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ നിളയും കാവേരിയുടെ അടുത്തേക്ക് വന്നിട്ട് കെട്ടിപ്പിടിക്കാൻ കേട്ടോ, ചേച്ചി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കണം. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, സത്യം മോളെ, നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് പോവാം, ഇനി നമുക്ക് ആരെയും പേടിച്ച് ജീവിക്കേണ്ടെന്ന് പറയണം കേട്ടോ. ഈ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വിനീതും വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ വന്നിട്ട് പറയണോ, എനിക്ക് സന്തോഷമായി മോളെ, ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ സുജാത ചോദിക്കണം, അമ്മ എങ്ങോട്ടാണ് അമ്മയെ പോകുന്നത്, അമ്മയ്ക്ക് ഇനിയെങ്കിലും ഇവിടെ താമസിച്ചൂടെ, ഞാൻ അമ്മയുടെ മോളല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ രാധമ്മ ചോദിക്കുകയാണ്, ആദ്യം നിനക്ക് ഇപ്പോഴാണോ ഈ ബോധം വന്നത്, ഇവളെ എൻ്റെ മകൻ്റെ ഭാര്യയാണ്, പക്ഷേ ശാരദയെ പോലെ ഒരു മരുമകൾ കിട്ടിയതേ എൻ്റെ ഭാഗ്യമാണെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് സുജാതയ്ക്കാണെങ്കിൽ ഒരു മറുപടിയില്ല കേട്ടോ. സുജാതയാണെങ്കിൽ തലകുനിച്ച് നിൽക്കുകയാണ്.